നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം. ഈ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള ഒരു തകർച്ചയാണ് അമേരിക്കയ്ക്ക്, വലിയൊരു കനത്ത തിരിച്ചടിയായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായത്. ഈ ഒരു പ്രത്യാക്രമണത്തിൽ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന യന്ത്ര സംവിധാനത്തിന്റെ ഗോപുരം തകർന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അസോസിയേറ്റ് പ്രസ് ആണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. US ഇതിനോട് പക്ഷേ പ്രതികരണം നടത്തിയിട്ടില്ല. ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു പ്രത്യാക്രമണം ഇറാൻ നടത്തിയത്. ഖത്തറിലാണ് ആക്രമണം നടത്തിയതെങ്കിലും ലക്ഷ്യം അമേരിക്കയായിരുന്നു. അമേരിക്കയുടെ സൈനിക താവളമാണ് ഇറാൻ ആക്രമിച്ചത്. ആക്രമണത്തിന് മുൻപ് തന്നെ വിമാനങ്ങളെല്ലാം താവളത്തിൽ നിന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശത്തിലേക്ക് ആ ഒരു പ്രത്യാക്രമണം നീങ്ങിയില്ല എന്നതും ശ്രദ്ധേയം. പക്ഷേ ഈ ഗോപുരം തകർന്നിട്ടുണ്ടെങ്കിൽ US-ന് അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. 125 കോടി രൂപ വില വരുന്ന ഉപകരണം 2016 ഇവിടെ സ്ഥാപിച്ചിരുന്നു. ജൂൺ 25-ന് ശേഷമുള്ള ചിത്രങ്ങളിൽ ഇത് കാണുന്നില്ല. അപ്പോൾ അത് തകർന്നുവോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മാസം കാണാതായ ഫ്രഞ്ച് ജർമ്മൻ പൗരനായ സൈക്കിൾ യാത്രികൻ ലെനാർഡ് മോണ്ടർലോസ് കസ്റ്റഡിയിലുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാനിലൂടെ സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന മോണ്ടർലോസിനെ ജൂൺ പകുതിയോടെയാണ് കാണാതായത്. എന്തായാലും ഈ ഉപഗ്രഹ ചിത്രത്തിലെ ഈ വിവരങ്ങളൊക്കെ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇറാനെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ആക്രമിച്ചത് ഇറാൻ ആണവ ആയുധം നിർമ്മിക്കുന്നതിന്റെ അടുത്തോടെ എത്തിയിരുന്നു. അത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ US മാധ്യമപ്രവർത്തകരോട് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പക്ഷേ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുകയാണ്. അത് അമേരിക്കയും പലപ്പോഴായി ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് ഇനിയൊരു ആണവ ആയുധം നിർമ്മിക്കാനുള്ള നീക്കം അതിന് തുനിഞ്ഞാൽ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന് അന്തിമ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഇസ്ഫഹാൻ, ഫൊർദോ എന്നിവിടങ്ങളിലായിരുന്നു അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു. അമേരിക്ക ആക്രമിച്ച 3 ആണവ കേന്ദ്രങ്ങളിൽ ഇസ്ഫഹാനിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരുന്നതെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറയുന്നത്. പക്ഷേ നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ യുറേനിയം ഇറാൻ ഈ ഒരു ആക്രമണത്തിന് മുന്നേ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും ഇറാൻ അത് വീണ്ടെടുക്കാൻ സാധിക്കുമോ, അത് എളുപ്പമാണോ എന്ന ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമാകുന്നുണ്ട്. ഇസ്രായേലിന്റെ നിരീക്ഷണമുണ്ടെന്നും കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയും അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയത്. അതായത് ഇനി ഒരു ആണവ ആയുധം നിർമ്മിക്കുക എന്ന തരത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ അമേരിക്ക നോക്കി നിൽക്കില്ല, വലിയ രീതിയിലുള്ള ഒരു ഇറാന്റെ നാശമായിരിക്കും അത് നയിക്കുക എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണം നടത്തുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്നും വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. പക്ഷേ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും 400 കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി നേരത്തെ തന്നെ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ കണ്ടെത്തിയിരുന്നു. മാറ്റപ്പെട്ടിരിക്കുന്ന 400 കിലോഗ്രാം യുറേനിയത്തിൽ 60% സമ്പുഷ്ടീകരിച്ചതാണെന്നും 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ നേരത്തെ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.